ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നുണ്ട്. കൺമണി ഉറങ്ങുകയാണ് കേട്ടോ. കൺമണിനെ ഉറക്കിയ സമയത്താണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. പിന്നെ കൺമണീനൊക്കെ ഒരുപാട് പേര് കമൻസിലൊക്കെ അന്വേഷിക്കാറുണ്ട്. അവൾക്ക് ഭയങ്കര സന്തോഷമാണ്. അവളത് ഞാൻ പറയാറുണ്ട് കേട്ടോ. അവൾക്ക് ഫ്ലൈയിങ് കിസ്സൊക്കെ കൊടുക്കുന്നു. ഞാൻ പറയും കുറേ ആൻറ്റിമാരും ചേച്ചിമാരൊക്കെ കൺമണീനെ ഓർക്കുന്നുണ്ട്, കൺമണി ക്യൂട്ടാണെന്നും കൺമണിക്ക് ഉമ്മയൊക്കെ തരുന്നുണ്ടെന്നൊക്കെ ഞാൻ പറയും അവളുടെ അടുത്ത്. അപ്പോൾ അവൾ ഇവിടെ ഇരുന്നിട്ട് ഫ്ലൈയിങ് കിസ്സൊക്കെ തരും കേട്ടോ. അപ്പം ഇനിയൊരു വീഡിയോയിൽ ഞാൻ അവളെ കൊണ്ടുവരാം. കാരണം ഇന്ന് ഈ ഒരു വീഡിയോ ഞാൻ എടുക്കുന്നത് ഉച്ച സമയത്താണ് കേട്ടോ. അതുപോലെ തന്നെ എൻ്റെ കഴിഞ്ഞ വീഡിയോ നിങ്ങൾ ഒരുപാട് പേര് കണ്ടു. അതിലൊക്കെ ഒത്തിരി നല്ല കമൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതിൽ ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണ്? ഇന്നത്തെ വീഡിയോ ഇത്രയും പാത്രങ്ങൾക്ക് മുന്നിലാണ് ഞാൻ ഇരിക്കുന്നത്. അതുപോലെ തന്നെ എൻ്റെ തമ്പനയിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇന്നത്തെ എൻ്റെ വീഡിയോ ഉണ്ടല്ലോ, എൻ്റെ കുറച്ച് ഫേവറേറ്റ് പാത്രങ്ങളാണ് കേട്ടോ. അതായത് ഞാൻ എൻ്റെ വീഡിയോസിൽ യൂസ് ചെയ്യുന്ന പാത്രങ്ങളും. കാരണം എൻ്റെ കുറേ പാത്രങ്ങൾക്കൊക്കെ ചോദിക്കാറുണ്ട് എവിടെ നിന്നാണ് വാങ്ങിച്ചേ, ലിങ്ക് ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന ഒരുപാട് ഫാമിലി മെമ്പേഴ്സ് ഉണ്ട് കേട്ടോ എനിക്ക്. അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ യൂഷ്വലി യൂസ് ചെയ്യുന്ന കുറച്ച് പാത്രങ്ങളൊക്കെ എടുത്തു കൊണ്ടുവന്നിട്ട് നിങ്ങൾക്ക് അതിൻ്റെയൊക്കെ ലിങ്ക് ഉണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ലിങ്ക് ഇവിടെ താഴെ കൊടുക്കാം. പക്ഷേ ഞാൻ കുറേ ലിങ്ക് തപ്പിയപ്പോണ്ടല്ലോ, ഞാൻ വാങ്ങിച്ചിട്ട് 1 വർഷത്തിന് മുകളിലായി കുറേ ഐറ്റംസൊക്കെ. അപ്പോൾ ആ ലിങ്കൊന്നും ഇപ്പം കാണാനില്ല. ആ സെയിം പ്രൊഡക്റ്റ് ഒന്നും ഇപ്പം അവൈലബിൾ അല്ല കേട്ടോ. പക്ഷേ എന്നാലും ഞാൻ ഇതിൻ്റെ ബ്രാൻഡും കാര്യങ്ങളൊക്കെ പറയാം. അപ്പം നിങ്ങൾക്ക് അത് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ അത് അവൈലബിൾ ആവുന്ന ടൈമിൽ അവർ നോട്ടിഫൈ എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും, നിങ്ങൾക്കും അത് വാങ്ങിക്കാമല്ലോ. അപ്പം ഇന്നത്തെ വീഡിയോ അതൊക്കെയാണ്. ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു എനിക്ക് സാരി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ക്രേസാണെന്നേ. ഈ സാരിയും ഡ്രസ്സൊക്കെ പോലെ തന്നെ എനിക്ക് ഭയങ്കര ക്രേസുള്ളൊരു കാര്യമാണ് ഇതുപോലത്തെ പാത്രങ്ങൾ വാങ്ങിക്കുക കേട്ടോ. ഞാൻ ചില ഷോപ്സിലൊക്കെ പോയി കഴിഞ്ഞാൽ ഈ സൂപ്പർ മാർക്കറ്റിലും അതുപോലെ തന്നെ ഈ വെസ്റ്റ് സൈഡിലൊക്കെ പോയി കഴിഞ്ഞാൽ അശ്വിൻ ഡ്രസ്സിൻ്റെ സെക്ഷനൊക്കെ നോക്കുമ്പോൾ ഞാൻ നേരെ പോയിട്ട് ഈ ഗ്ലാസ് ഐറ്റംസും അതുപോലത്തെ ചെറിയ ഐറ്റംസൊക്കെയാണ് കേട്ടോ നോക്കുക. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതൊക്കെ നോക്കാൻ. എനിക്ക് തോന്നുന്നു എൻ്റെ ഈ ഒരു ഒബ്സഷൻ എനിക്ക് കിട്ടിയത് അച്ഛൻ്റെ അടുത്തു നിന്നാണ്. അച്ഛൻ എനിക്ക് ചെറുപ്പത്തിലേ ഓർമ്മയുണ്ട് കേട്ടോ. അച്ഛനാണ് വീട്ടിലേക്ക് കൂടുതലും പാത്രങ്ങൾ വാങ്ങിക്കുക. അമ്മ കുറച്ചുകൂടി ഒരു ടിപ്പിക്കൽ അമ്മയാണ്. അതായത് നമുക്ക് നല്ല സാധനങ്ങളൊക്കെ എടുത്ത് സൂക്ഷിച്ച് വെക്കാം, പിന്നെ നമുക്ക് യൂസ് ചെയ്യാമെന്ന് പറയുന്ന ഒരാളാണ് എൻ്റെ അമ്മ. പക്ഷെ അച്ഛൻ അങ്ങനെയല്ല. അച്ഛൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നല്ല പാത്രങ്ങൾ വാങ്ങിച്ചിട്ട് അത് നമ്മൾ തന്നെ യൂസ് ചെയ്യണം എന്നുള്ളൊരു ചിന്തയാണ് അച്ഛന്. അതുപോലെ തന്നെ നല്ല ബെഡ്ഷീറ്റ് ആണെങ്കിലും നല്ല പാത്രങ്ങളാണെങ്കിലും ഒക്കെ നമ്മളതിൽ കഴിക്കണം, അങ്ങനെ നമ്മളതിൽ സെർവ് ചെയ്യണം, അങ്ങനെയൊക്കെ പറയുന്നൊരു അച്ഛനാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു അത് എനിക്ക് അച്ഛൻ്റെ അടുത്ത് നിന്ന് അതുപോലെ കിട്ടിയിട്ടുണ്ട്. കാരണം ഞാനും എന്താ പറയുക, എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിനെ സൂക്ഷിച്ച് വെക്കുന്നൊരു സ്വഭാവം എനിക്കില്ല കേട്ടോ. കാരണം ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്യാനല്ലേ വാങ്ങിച്ചത്. അപ്പം ഞാനത് അപ്പോൾ തന്നെ യൂസ് ചെയ്യും. ഇവിടെ ആണെങ്കിലും എൻ്റെ വീട്ടിലാണെങ്കിലും അമ്മമാരൊക്കെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ അതൊക്കെ സൂക്ഷിച്ച് വെച്ചിട്ട് ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് അതിൽ സെർവ് ചെയ്യാം, അപ്പോൾ അടിപൊളിയല്ലേ. പക്ഷെ എനിക്ക് ആ ഒരു കോൺസെപ്റ്റിനോട് ഞാൻ ഒട്ടും യോജിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഈ വാങ്ങിച്ച പാത്രങ്ങളൊക്കെ ഞാൻ സാധാരണ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. അതായത് വീഡിയോസിൽ മാത്രമല്ല, ഞാൻ വീട്ടിൽ ഇപ്പം ഒത്തിരി എൻ്റെ കയ്യിൽ വലിയ വലിയ പാത്രങ്ങളുണ്ട്. അപ്പോൾ വീട്ടിലൊത്തിരി ഗസ്റ്റൊക്കെ വരുമ്പം ചില കറികളൊക്കെ എനിക്ക് ഈ ഒരു പാത്രത്തിലൊക്കെ വെക്കുമ്പം എനിക്ക് കുറച്ചുകൂടി കംഫർട്ടബിൾ ആണ്. അപ്പം ഞാൻ ഇതിൽ തന്നെ കുക്ക് ചെയ്യും. അപ്പം ഞാനെല്ലാം യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ അച്ഛൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, അന്ന് നമ്മളിപ്പം എൻ്റെ ചെറുപ്പം മുതലേ എനിക്ക് എന്താ ഓർമ്മ എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ നല്ല ഭംഗിയുള്ള പാത്രങ്ങൾ അതൊക്കെ കൂടുതലും അച്ഛൻ വാങ്ങിച്ചതായിരിക്കും കേട്ടോ. ഇപ്പം അന്ന് ഇപ്പം സ്റ്റീലിൻ്റെ ഒക്കെ ആണെങ്കിൽ തന്നെ ഒരുപാട് പാത്രങ്ങളുണ്ട്, നല്ല നല്ല ഷേപ്പിലുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള ഷേപ്പിലുള്ള അന്നൊക്കെ ഈ സെർവ് ചെയ്യാൻ പറ്റുന്ന സ്റ്റീലിലെ പാത്രങ്ങൾ. അതുപോലെ തന്നെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, അച്ഛൻ ആരുടെയെങ്കിലുമൊക്കെ ഹൗസ് വാമിങ് വരുമ്പം ക്ലോസ് ആയിട്ടുള്ളവരല്ല, കുറച്ച് ഡിസ്റ്റൻറ്റ് റിലേഷനിലുള്ളവരാണെങ്കിലും അല്ലെങ്കിൽ ഒരു പരിചയക്കാരാണെങ്കിലും അച്ഛൻ ഈ വേറെ ഐറ്റംസ് ഒന്നും അല്ല കൊടുക്കുക. അച്ഛൻ ആ ഒരു ബഡ്ജറ്റിൽ പാത്രങ്ങളാണ് കേട്ടോ വാങ്ങിച്ചു കൊടുക്കുക. അതെന്താണെന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ കുറേ ശ്രദ്ധിച്ചിട്ടുണ്ട്. ചെറുപ്പം മുതൽ അച്ഛൻ കൂടുതലും പാത്രങ്ങളൊക്കെയാണ് അച്ഛൻ്റെ ഫേവറേറ്റ് കാര്യങ്ങൾ. അപ്പോൾ ആ ഒരു ഒബ്സഷൻ എനിക്ക് അതുപോലെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ കൂടുതലും സ്റ്റീൽ പാത്രങ്ങളിലൊക്കെയാണ് ഇവിടെ യൂസ് ചെയ്യുക ആൾക്കാർ ഇവിടെ കുക്ക് ചെയ്യാനൊക്കെ. അതായത് ഇപ്പം നമ്മൾ സെർവ് ചെയ്യാനൊക്കെ സ്റ്റീലിൻ്റെ ഒത്തിരി ബൗൾസും കാര്യങ്ങളൊക്കെ ഇവിടെ വീട്ടിലുണ്ട്. നാട്ടിൽ കുറച്ചുകൂടി ഗ്ലാസിൻ്റെ ഐറ്റംസും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ അച്ഛൻ ഇങ്ങനെ യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മളതൊക്കെ യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല കേട്ടോ. ഇവിടെ കൂടുതലും സ്റ്റീലിൻ്റെ കാര്യങ്ങളാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഞാൻ ഈ ഒരു കുക്കിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഞാൻ കുക്കിങ്ങിന് ഒരിക്കലും സീരിയസ് ആയിട്ട് കണ്ടിട്ടുണ്ടായിരുന്നില്ല ആദ്യമൊന്നും. ഞാൻ വീട്ടിൽ ആരെങ്കിലുമൊക്കെ കുക്ക് ചെയ്യും, ഞാനത് കഴിക്കും, ചിലപ്പോൾ ഇടയ്ക്ക് ഞാൻ എന്തെങ്കിലുമൊക്കെ കയറി ഉണ്ടാക്കും, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എനിക്ക് പാത്രത്തിൻ്റെ കാര്യത്തിൽ ഞാൻ അത്ര എനിക്ക് ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല. അവിടെ എന്താ അവൈലബിൾ അത് ഞാൻ എടുത്ത് കുക്ക് ചെയ്യുമായിരുന്നേ. അപ്പം ഈ ടെഫ്ലോണിൻ്റെ ചെറുതായിട്ട് കോട്ടിങ് പോയ പാത്രങ്ങളൊക്കെ അന്ന് എൻ്റെ കയ്യിൽ ഇവിടെ വീട്ടിലൊക്കെ ഉണ്ടായിരുന്നു, ഇവിടെ ഉണ്ടായിരുന്നു, നാട്ടിലുണ്ടായിരുന്നു, ഒക്കെ ഉണ്ടായിരുന്നു.
പക്ഷേ ഞാൻ എപ്പോൾ ഒരു കുക്കിംഗ് വീഡിയോസൊക്കെ സ്റ്റാർട്ട് ചെയ്തു, കുക്കിങ്ങിനെ സീരിയസ് ആയിട്ട് കാണാൻ തുടങ്ങിയതിന് ശേഷം എനിക്ക് കുറച്ചുകൂടി എനിക്ക് തോന്നുന്നു ഞാൻ കൂടുതൽ അതിൽ തന്നെ ആയിപ്പോയി. അപ്പം ഞാൻ അങ്ങനെയുള്ള പാത്രങ്ങളൊക്കെ ഇവിടെ നിന്നാണെങ്കിലും എൻ്റെ വീട്ടിലാണെങ്കിലും ഒക്കെ എടുത്തിട്ട് ഞാൻ ഡിസ്കാർഡ് ചെയ്തു കേട്ടോ. അതൊന്നും നമ്മൾ യൂസ് ചെയ്യേണ്ട. കാരണം പല വീഡിയോയിലും നമ്മൾ പല കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്, ടെഫ്ലോൺ പോയ പാത്രങ്ങളൊന്നും യൂസ് ചെയ്യാൻ പാടില്ല എന്നൊക്കെ. അതുകൊണ്ട് തന്നെ അതുപോലത്തെ എല്ലാ കടായും കാര്യങ്ങളൊക്കെ ഞാനെടുത്ത് മാറ്റിട്ടോ. പിന്നെ നമ്മൾ ഇവിടെ റിലയൻസിലൊക്കെ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെയൊക്കെ കടായികളും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടോന്നു. അത് ഇവിടത്തേക്കും വാങ്ങിച്ചു, നാട്ടിലേക്കും വാങ്ങിച്ചു. അപ്പോൾ പിന്നെ ഞാൻ കമ്പൽസറി ആയിട്ട് ഇപ്പം വീട്ടിൽ കൂടുതലും അമ്മ ചട്ടിയിലൊക്കെയാണ് കറികളൊക്കെ വയ്ക്കുക. പിന്നെ ഈ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ കടായൊക്കെയാണ് ഇപ്പം യൂസ് ചെയ്യുന്നത്. ഞാൻ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ എൻ്റെ കയ്യിൽ ഒത്തിരി ഫാൻസി ആയിട്ടുള്ള പാത്രങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. നമ്മളെപ്പോഴും ഞാൻ കുക്കിംഗ് വീഡിയോസൊക്കെ ചെയ്യുമ്പം കൂടുതലും നമ്മൾ റെഫറൻസ് നോക്കുക. ഇപ്പം കേരളത്തിലാണെങ്കിലും അല്ലെങ്കിൽ പുറത്തുള്ളവരൊക്കെ ആണെങ്കിലും അവർ നല്ല നല്ല പാത്രങ്ങളും നല്ല നല്ല കിച്ചണും കാര്യങ്ങളൊക്കെ ആയിരിക്കും അവർ കാണിക്കുക. അപ്പോൾ അതൊക്കെ കാണുമ്പം അതിൽ താല്പര്യം ഒരാൾക്ക് അതിനോട് ഭയങ്കര ഒരു ക്രേസ് തോന്നില്ലേ. അപ്പം എനിക്കും അങ്ങനെയൊക്കെ തോന്നിയൊരു സമയമുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിക്കും, അപ്പോൾ ഞാനിങ്ങനെ ഓരോ ഐറ്റംസൊക്കെ ആമസോണിലൊക്കെ നോക്കുമ്പം ഒത്തിരി എക്സ്പെൻസീവ് ആയിട്ടൊക്കെ തോന്നും എനിക്ക്. അപ്പം ഞാൻ വിചാരിക്കും പിന്നെ വാങ്ങിക്കാം എന്നിങ്ങനെ വിചാരിച്ചിട്ട് ഞാൻ വെയിറ്റ് ചെയ്യും കേട്ടോ. അങ്ങനെ സ്റ്റാർട്ടിങ് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, എൻ്റെ വീഡിയോസൊക്കെ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ എനിക്ക് തോന്നുന്നു ഒരു 2 വർഷമായി കേട്ടോ. ആദ്യമായിട്ട് ഞാൻ വീഡിയോസൊക്കെ ചെയ്യുന്നത് 2 വർഷം മുന്നേ, അതായത് 2022 ഞാൻ കുക്കിംഗ് വീഡിയോസൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. കൺമണിക്കൊരു 1.5 വയസ്സൊക്കെ ഉണ്ടാകുമ്പോൾ. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന പാത്രങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ഞാൻ ഇതുപോലത്തെ പാത്രങ്ങളൊന്നും ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. അന്ന് ഈ കൺമണി ഫുഡൊക്കെ സ്റ്റാർട്ട് ചെയ്ത ടൈമായിരുന്നു. അപ്പോൾ ഞാൻ അവൾക്ക് വേണ്ടിയിട്ടൊക്കെ പുതിയ കുറച്ച് ചെറിയ പാത്രങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. ഒരു 2 ലിറ്ററിൻ്റെ ഒരു സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ കുക്കറും അതുപോലെ തന്നെ നല്ലൊരു പാനും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ ഇവളുടെ ഈ സംഭവങ്ങളൊക്കെയാണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് വീഡിയോസിന് വേണ്ടിയിട്ട്. പിന്നെ ഞാനിങ്ങനെ കുറച്ചൊക്കെ പൈസയൊക്കെ സേവ് ചെയ്തു. ഇങ്ങനെ എന്താ പറയുക, ആരും ബുദ്ധിമുട്ടിക്കരുത്. നമ്മൾ ഇത്രയൊക്കെ എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ വീട്ടിലും അശ്വിനൊന്നും ഒത്തിരി ബുദ്ധിമുട്ടിക്കരുതെന്ന് എനിക്ക് തോന്നും കേട്ടോ. കാരണം ഞാൻ എപ്പോഴും പറയാറുണ്ട്, ആദ്യം നമുക്കിതിൽ റിട്ടേൺസും കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു ടൈമല്ലേ. അപ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ സേവിങ്സ് ഒക്കെ വരുമ്പം അല്ലെങ്കിൽ ആരെങ്കിലും എനിക്ക് എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റായിട്ടൊക്കെ തരുമ്പോൾ ഞാൻ അതൊക്കെ എടുത്ത് വെക്കും കേട്ടോ. എന്നിട്ട് ഞാൻ ആ ഒരു പൈസയിലൊക്കെയാണ് ഞാൻ കുറേയൊക്കെ പാത്രങ്ങൾ വാങ്ങിച്ചത്. എനിക്ക് തോന്നുന്നു ഇതിൽ കൂടുതൽ പാത്രങ്ങൾ ഞാൻ അതുപോലെ സേവിങ്സിന് വാങ്ങിച്ചതാണ് കേട്ടോ. വളരെ കുറച്ച് പാത്രങ്ങൾ മാത്രമേ ഉള്ളൂ ഞാൻ അശ്വിനെ കൊണ്ട് വാങ്ങിപ്പിച്ചത്. വളരെ കുറച്ച് 1-2 പാത്രമേ ഉണ്ടാവുള്ളൂ. ബാക്കിയൊക്കെ ഞാൻ ഇങ്ങനെ സേവിങ്സിൽ നിന്ന് എടുത്ത് വാങ്ങിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ പിന്നെ എനിക്ക് ഇപ്പോഴാണെങ്കിലും ഞാൻ കുക്ക് ചെയ്യുമ്പം ഇതുപോലത്തെ പാത്രങ്ങളൊക്കെ വാങ്ങിച്ചതിന് ശേഷം ചില പാത്രങ്ങൾ നമ്മൾ കുക്ക് ചെയ്യുമ്പം അതിൻ്റെ ക്യാമറയിൽ ആ ഒരു ക്രീം പാത്രമാകുമ്പോൾ അതിലേക്ക് നമ്മൾ വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്തിടുമ്പോൾ അതിൽ ചെറിയ മാറ്റങ്ങളും ആ ഒരു വീഡിയോസിന് തന്നെ ചെറിയൊരു ഭംഗി കൂടാറുണ്ടെന്ന് എനിക്ക് തോന്നാറുണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് ഞാൻ ഇത് വാങ്ങിക്കാൻ തീരുമാനിച്ചത് കേട്ടോ. പക്ഷെ വാങ്ങിച്ചതിൽ എനിക്കൊരിക്കലും ഞാൻ വേസ്റ്റ് ചെയ്തല്ലോ പൈസ എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം വളരെ ക്വാളിറ്റിയുള്ള ഐറ്റംസൊക്കെയാണ് കേട്ടോ വാങ്ങിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പം നിങ്ങൾക്കത് ഇഷ്ടമായതുകൊണ്ടല്ലേ നിങ്ങൾ എൻ്റെ അടുത്ത് അതിൻ്റെ ലിങ്കൊക്കെ ചോദിക്കുന്നത്. അപ്പം ഞാൻ വാങ്ങിച്ചത് വെറുതെ ആയിട്ടില്ല. അപ്പോൾ പിന്നെ എനിക്കൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇപ്പം വലിയ കിച്ചണോ അല്ലെങ്കിൽ ഒത്തിരി എക്സ്പെൻസീവ് ആയിട്ടുള്ള പാത്രങ്ങളിലോ അല്ല കാര്യം. നമ്മൾ ഈസി ആയിട്ട് സിമ്പിളായിട്ടുള്ള റെസിപ്പീസൊക്കെ അല്ലെങ്കിൽ ഒരു വളരെ ബുദ്ധിമുട്ടുള്ള റെസിപ്പീനെ എത്രത്തോളം സിംപ്ലിഫൈ ചെയ്തിട്ട് നമ്മളത് കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ള കാര്യം എന്ന് എനിക്ക് തോന്നാറുണ്ട്. കാരണം നമ്മൾ ഒത്തിരി കൺഫ്യൂസിങ് ആയിട്ടുള്ള റെസിപ്പീസൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ചില ആൾക്കാരുടെ റെസിപ്പീസൊക്കെ നോക്കുമ്പോൾ എനിക്കും തോന്നും, അയ്യോ ഇതെനിക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മളതിനെ എത്രത്തോളം സിംപ്ലിഫൈ ചെയ്ത് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ചാലഞ്ച്. അപ്പോൾ ഇന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് ഇതൊന്നും മാത്രമല്ല കാര്യം, ഒരു നല്ല കിച്ചണോ അല്ലെങ്കിൽ നല്ലൊരു എക്സ്പെൻസീവ് ആയിട്ടുള്ള പാത്രങ്ങൾ മാത്രമല്ല കാര്യം. നമ്മൾ റെസിപ്പീസ് ആണെങ്കിലും നമ്മുടെ സംസാരമാണെങ്കിലും നമ്മളതിനെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുന്ന ഒരു രീതിയാണെങ്കിലും അതൊക്കെ ഒത്തിരി മാറ്റർ ആവും. അപ്പോൾ ഞാൻ ഒരുപാട് കഥ പറഞ്ഞിട്ട് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. ഇതൊക്കെയാണ് കേട്ടോ എൻ്റെ ഒരു ഇൻട്രൊഡക്ഷനായിട്ട് ഞാൻ പറയുന്നത്. കാരണം ഞാൻ ഒത്തിരി ടോക്കറ്റീവ് ആയതുകൊണ്ട് എനിക്കറിയാം, എനിക്ക് സംസാരിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ടോപ്പിക് കിട്ടിക്കഴിഞ്ഞാൽ നിർത്താൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം. നമ്മുടെ പാത്രങ്ങളൊക്കെ അപ്പോൾ ഞാൻ ഓരോ പാത്രമായിട്ട് എടുത്ത് കാണിക്കാം കേട്ടോ. എന്നിട്ട് അതിനെ ഞാൻ ഇവിടുന്ന് മാറ്റണം. കാരണം ഒത്തിരി പാത്രങ്ങളായി കഴിഞ്ഞാൽ എനിക്ക് തന്നെ അവസാനം കൺഫ്യൂഷനായി പോകും. അപ്പോൾ ആദ്യം ഞാൻ കാണിക്കുന്ന പാത്രം ഒരു ബിരിയാണി പാത്രമാണ് കേട്ടോ. ബിരിയാണി പാത്രം ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു വാങ്ങിച്ചൊരു സംഭവമാണ്. കാരണം ഇവിടെ എനിക്ക് ബിരിയാണി പാത്രമായിട്ട് ഇതുവരെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ഞാൻ യൂഷ്വലി ബിരിയാണി വെക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അലുമിനിയത്തിൻ്റെ വലിയൊരു പാത്രം ഉണ്ടായിരുന്നു, അതിലാണ് വെച്ചുകൊണ്ടിരുന്നത്. പക്ഷെ അത് ഒരുപാട് വലുതാണ്, അപ്പം എനിക്ക് അത്രയും വലുതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല.
പിന്നെയുള്ളത് വളരെ ചെറുതാണ്. അപ്പോൾ അത് വളരെ ചെറുതായി പോയി. അപ്പോൾ എനിക്ക് അതിൻ്റെ ഒരു മീഡിയം സൈസിൽ എനിക്കൊന്ന് വേണമെന്നുണ്ടായിരുന്നു. ഞാനിങ്ങനെ കുറേ നോക്കിയിട്ടോ, വേറെ വേറെ ബ്രാൻഡ്സും കാര്യങ്ങളൊക്കെ നോക്കി ഇത് വാങ്ങിക്കുന്നതിന് മുന്നേ. അപ്പോൾ അങ്ങനെ ഞാനൊരു പ്രാവശ്യം ഹോക്കിൻസിൻ്റെ ഒരു സംഭവം ഓർഡർ ചെയ്തു. അത് ഓർഡർ ചെയ്തപ്പോഴേക്കും അതെനിക്ക് ഒത്തിരി ചെറുതായി പോയി തോന്നി. വാങ്ങിച്ചു വന്നപ്പോഴേക്കും അത് വളരെ ചെറുതായി പോയി, പക്ഷെ നല്ല റേറ്റും ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അന്നത് വേണ്ടാന്ന് വേണ്ടി തിരിച്ചു കൊടുത്തു. പിന്നെ ഞാൻ വാങ്ങിച്ചതാണ് കേട്ടോ ഈ കരോട്ട് എന്നുള്ള ബ്രാൻഡ്. കൂടുതലും എൻ്റെ കുക്ക്വെയർ ഐറ്റംസ് ഒക്കെ കരോട്ട് എന്നുള്ള ബ്രാൻഡാണ്. ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. ഞാനിതിൽ ഒത്തിരി പ്രാവശ്യമൊന്നും ബിരിയാണി വെച്ചിട്ടില്ല, പക്ഷെ 2-3 പ്രാവശ്യം വെച്ചു. ഇതാണ് കേട്ടോ ആ പാത്രം കേട്ടോ. അതിൻ്റെ കൂടെ ഈ ഒരു ലിഡും കൂടി ഉണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ബിരിയാണി പാത്രം. ഇതൊരു 3-4 ലിറ്ററിൻ്റെ ആണ് കേട്ടോ. എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല, കാരണം ഞാനിപ്പോൾ പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് നോക്കി, പക്ഷേ ഇതൊന്നും ഇപ്പോൾ അവൈലബിൾ അല്ല. ലിങ്ക് അവൈലബിൾ അല്ല ആമസോണിൽ. ഒന്നുകൂടെ ചെക്ക് ചെയ്യാം. ഇതൊരു 4-5 ലിറ്ററിൻ്റെ പാത്രമാണ് കേട്ടോ. കാരണം എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. ഞാൻ എന്നിട്ട് ഇപ്പോൾ ആമസോണിൽ ചെക്ക് ചെയ്തിട്ടോ, പക്ഷേ ഇപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് അവൈലബിൾ അല്ല. പക്ഷേ നല്ലൊരു സംഭവമാണ് കേട്ടോ, നല്ലൊരു പ്രൊഡക്റ്റാണേ. പിന്നെ ഇതിന് അന്ന് 2800-3000 അടുത്ത് റേറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അന്ന് ഞാനൊരു 4-5 പാത്രം ഒരുമിച്ച് സെയിം ബ്രാൻഡിൻ്റെ വാങ്ങിച്ചു. അപ്പോൾ അതിലൊരു വലിയ പാത്രം, ബിരിയാണി പാത്രം, ഇതും സെയിം ബ്രാൻഡിൻ്റെ തന്നെയാണ്, കരോട്ട് എന്നുള്ള ബ്രാൻഡ്. ഇതൊരു ദോശ തവയാണ് കേട്ടോ. ഇതിന് ഞാൻ വാങ്ങിച്ചപ്പം 1200 സംതിങ് ആയിരുന്നു. പക്ഷെ പിന്നെ ഇതിൻ്റെ റേറ്റ് 1000 ഒക്കെ ആയിട്ട് ഇവിടെ ആൻറ്റി പറയുന്നുണ്ടായിരുന്നു. അപ്പം ഇതും ഞാൻ ഇടയ്ക്കിടയ്ക്ക് ദോശയൊക്കെ ഉണ്ടാക്കാൻ എടുക്കുന്ന എൻ്റെ ദോശ പാനാണ് കേട്ടോ. നല്ല ഭംഗിയില്ലേ? ഇതുപോലത്തെ ഒരു ക്രീം കളറിൽ നമ്മൾ എന്ത് ദോശ, അതായത് ഇപ്പം റാഗി ദോശയാണോ അല്ലെങ്കിൽ ഒരു ബീട്രൂട്ട് ദോശയൊക്കെ ആകുമ്പോൾ ആ കളർ ഉണ്ടാവുമല്ലോ, ആ കളർ ഒരു പിങ്ക് കളറോ അല്ലെങ്കിൽ ഒരു റാഗിയുടെ ഒരു ബ്രൗൺ കളറൊക്കെ ആകുമ്പോൾ നന്നായിട്ട് കാണും എൻ്റെ വീഡിയോയിൽ. ആ ഒരു ഉദ്ദേശത്തിൻ്റെ പുറത്താണ് കേട്ടോ ഞാൻ ഈ ഒരു കളർ ചൂസ് ചെയ്ത് വാങ്ങിച്ചത്. പല കളറും ഉണ്ടായിരുന്നു. ഇപ്പം ഈ ഒരു ഇതുപോലത്തെ ഒരു ബ്ലാക്ക് കളറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഞാൻ ഈ ഒരു കളറ് എൻ്റെ വീഡിയോസിന് വേണ്ടിയിട്ട് ഞാനിത് ചൂസ് ചെയ്തു. ഇത് ഞാൻ സാധാരണ എൻ്റെ എല്ലാ വീഡിയോസിലും കാണിക്കുന്ന എൻ്റെ കടായിയാണ്. ഇത് കുഞ്ഞു കടായിയാണ് കേട്ടോ, ഇത് ഒത്തിരി വലുതൊന്നുമല്ല. ഇതൊരു 3 പേർക്കോ 4 പേർക്കോ നമുക്ക് കുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കടായിയാണ്. ഈ കടായിക്കൊരു ലിഡ് ഉണ്ട് കേട്ടോ. ആ ദോശപ്പാനിന് ലിഡ് ഉണ്ടായിരുന്നില്ല, ഇതിനൊരു ലിഡും കൂടി ആയിട്ടാണ് വരുന്നത്. ഇതിനും 1800 ആ ഒരു റേഞ്ചിലായിരുന്നു കേട്ടോ. 1500-1800 ഇടയ്ക്കൊരു റേറ്റിലായിരുന്നു. ഇതും ഞാൻ ചെക്ക് ചെയ്തു. ഇതും ഇപ്പോൾ അവൈലബിൾ അല്ല. ഈ ഒരു പാനും നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഇതും ഞാൻ സാധാരണ എല്ലാ വീഡിയോസിനും യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. ഈ ഒരു പാനും എനിക്ക് തോന്നുന്നു ആദ്യം ഒരു റേഞ്ച് ആയിട്ടുണ്ടാവും, 1400-1500 അടുത്തായിട്ടുണ്ടാവും. ഇതിന് ലിഡ് ഉണ്ടായിരുന്നില്ല, ഇത് വെറും ഇങ്ങനെ ഒരു പാൻ മാത്രമായിട്ടാണ് കേട്ടോ വന്നത്. എൻ്റെ കയ്യിൽ ഒരു പ്രസ്റ്റീജിൻ്റെ ഒരു പാൻ ഉണ്ടായിരുന്നു, അതിപ്പോഴും ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതിൽ ചെറിയതായിട്ട് എവിടെയൊക്കെ സൈഡിൽ സ്ക്രാച്ച് വരാൻ തുടങ്ങി. അതുകൊണ്ടാണ് ഞാൻ ഒരു പാൻ കൂടെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇതൊക്കെ ഞാൻ ഒരുമിച്ച് ലാസ്റ്റ് ഡിസംബറിൽ ഒരുമിച്ച് വാങ്ങിച്ചതായിരുന്നു. അന്ന് എല്ലാ പ്രൊഡക്ട്സും ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം നോക്കുമ്പോഴേക്കും അതിലൊന്നും കാണാനില്ല. ഞാൻ വാങ്ങിച്ച പല ഐറ്റംസ് ഇപ്പം ഔട്ട് ഓഫ് സ്റ്റോക്കോ അതൊന്നും കാണിക്കുന്നതേ ഇല്ല ആമസോണിൽ. ഇതൊക്കെ കാണുമ്പോൾ ആൾക്കാർ ചോദിക്കാറുണ്ട് കേട്ടോ, ഇത് എവിടെ നിന്നാണ് വാങ്ങിച്ചതെന്ന്. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ഒരു പാത്രം കൂടെ വാങ്ങിച്ചിട്ടുണ്ട്. അത് കുറച്ചൊരു വലിയ ഒരു പാത്രമാണിതാ, ഇതുപോലെ. ഇതിൽ ഞാൻ ഇടയ്ക്ക് ചോറൊക്കെ വെക്കാറുണ്ട് കേട്ടോ. അതായത് ബിരിയാണി റൈസൊക്കെ വെക്കുമ്പം ചിലപ്പോൾ, അതായത് ഞാനും അശ്വിനും മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ഞങ്ങളൊരു 3 പേർക്കൊക്കെ ഞാൻ ബിരിയാണിയൊക്കെ വെക്കുമ്പം, ഒരു നേരത്തേക്കുള്ള ബിരിയാണിയൊക്കെ വെക്കുമ്പം എനിക്കിതിൽ വെക്കാൻ പറ്റാറുണ്ട്. പിന്നെ ഒത്തിരി പേരൊക്കെ വരുന്നുണ്ടെങ്കിൽ മാത്രമേ ഞാൻ ആ ബിരിയാണി പോട്ട് യൂസ് ചെയ്യാറുള്ളൂ. അല്ലെങ്കിൽ ഇതാ ഈ ഒരു പാത്രത്തിൽ ഞാൻ ബിരിയാണി വെക്കാറുണ്ട്. പിന്നെ ഒത്തിരി പേര് വരുന്ന ദിവസം കറിയൊക്കെ ഞാൻ ഇതിലാട്ടോ യൂസ് ചെയ്യുക. ഇതിനും എനിക്ക് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കമൻസിലൊക്കെ, ഇത് എവിടെ നിന്നാണ് വാങ്ങിച്ചതെന്ന്. ഇതിൻ്റെ കൂടെ ഈ ഒരു ലിഡ് വരുന്നുണ്ട്. ഈ ഒരു ലിഡും ആ ബിരിയാണി പാത്രത്തിൻ്റെ ലിഡും ഒരേ സൈസാണ് കേട്ടോ. അപ്പം ഞാൻ ദോശത്തവയ്ക്ക് ലിഡ് വേണമെങ്കിൽ ഞാൻ ഇത് തന്നെയാണ് യൂസ് ചെയ്യുക. ഇതിൻ്റെ റേറ്റ് എനിക്കൊരു 2000-ന് മുകളിലുണ്ടാവും, കാരണം ഇതൊരു സെറ്റായിരുന്നു. എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല കറക്റ്റ് എത്രയായിരുന്നു. കാരണം ഞാൻ ഈ ഒരു അതായത് ആ ബിരിയാണി പാത്രവും ചെറിയൊരു കടായും ദോശപ്പാനും ഈ ഒരു പാനും ഈ ഒരു പാത്രം വിത്ത് ലിഡ് ഇതൊക്കെ കൂട്ടിയിട്ട് എനിക്ക് ഒരു 10,000-11,000 കൊടുത്തിട്ട് അന്ന് ഞാൻ വാങ്ങിച്ചത്. അപ്പോൾ ഇതൊരു എന്നെ സംബന്ധിച്ചിടത്തോളം അന്നത് എനിക്കൊരു വലിയൊരു ഹ്യൂജ് പർച്ചേസ് ആയിരുന്നു.
പക്ഷേ ഇന്ന് ഞാനതിൽ സന്തോഷിക്കുന്നുണ്ട് കേട്ടോ. കാരണം ഇതൊക്കെ ഞാൻ വാങ്ങിച്ചത് വർത്തായി. കാരണം എൻ്റെ വീഡിയോസിലൊക്കെ നല്ല ഭംഗിയായിട്ട് വരുന്നുണ്ടെന്ന് എനിക്ക് തോന്നാറുണ്ട്. എനിക്ക് ഫസ്റ്റ് നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാറുണ്ട്. എൻ്റെ സാറ്റിസ്ഫാക്ഷൻ അല്ലേ ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ്. അപ്പോൾ അതെനിക്കുണ്ട്. അപ്പം അതിൽ ഞാനിപ്പോൾ റിഗ്രറ്റ് ചെയ്യുന്നില്ല. ആദ്യം വാങ്ങിച്ച കാലത്ത് എൻ്റെ അടുത്ത് എല്ലാവരും ചോദിച്ചു ഇത്രയൊക്കെ പൈസ കൊടുത്തിട്ട് വാങ്ങിക്കണമെന്നൊക്കെ ഇവിടെ എല്ലാവരും ചോദിച്ചായിരുന്നു കേട്ടോ. പക്ഷേ അന്ന് അശ്വിൻ എൻ്റെ അടുത്ത് അങ്ങനെയൊന്നും പറയില്ല. അശ്വിൻ എൻ്റെ അടുത്ത് പറയും നീ നിനക്ക് വേണോ, നീ വാങ്ങിച്ചോ എന്നുള്ള ഒരാളാണ്. അപ്പോൾ ബാക്കി എല്ലാവരും ചോദിച്ചു ഇത്രയൊക്കെ പൈസ കൊടുത്ത് വാങ്ങിക്കണമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് അതിലെനിക്ക് വിഷമമില്ല കേട്ടോ. ഇന്ന് എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഞാനൊരു മിക്സിംഗ് ബൗൾ സെറ്റ് കാണിച്ചു തരാം കേട്ടോ. അപ്പം ഇതിലൊരു 3 ബൗൾസ് ഉണ്ട് കണ്ടോ. ഇത് ആക്ച്വലി എനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ് കേട്ടോ. അതായത് ഞാൻ മാക്സിന് എപ്പോഴും ഒരു പർച്ചേസ് നടത്തിയപ്പോൾ അവർ ഈ ഒരു 3 പാത്രങ്ങൾ ഈ ഒരു ബൗൾ സെറ്റിന് ഗിഫ്റ്റായിരുന്നു. എത്രയോ എബവ് നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ഗിഫ്റ്റായിരുന്നു കേട്ടോ മാക്സിന്ന്. പക്ഷേ എനിക്കുണ്ടല്ലോ ഈ വൈറ്റ് ബൗൾസ് ആകുമ്പോൾ നമുക്ക് ചില വീഡിയോസിൽ അത് നല്ല ഭംഗിയായിട്ട് വരും. അപ്പോൾ ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ എനിക്ക് കിട്ടിയ അടുത്തത് ഒരു സിറാമിക് പ്ലേറ്റിൻ്റെ സെറ്റാണ് കേട്ടോ. ഇത് സെറ്റ് ഓഫ് 3 ആണ്. ഇതും ഞാൻ ആമസോണിൽ നിന്നോ മീഷോന്നോ മറ്റും വാങ്ങിച്ചാണ്. എനിക്കൊന്നും ആമസോണിൽ നിന്ന് വാങ്ങിച്ചാണ്. ഇതിൻ്റെ ഒരു റേറ്റ് എന്ന് വെച്ചാൽ എനിക്കൊന്ന് 899 അങ്ങനെ എന്തോ ആണ് കേട്ടോ. 900 റുപ്പീസാണ്. അപ്പം ഞാനിങ്ങനെ പാസ്തയൊക്കെ നമുക്ക് സെർവ് ചെയ്യാനും അതിൻ്റെ ഫോട്ടോസ് എടുക്കാനൊക്കെ നല്ല ഭംഗിയായിരുന്നു. അപ്പം ഞാനിങ്ങനെ അത് കണ്ടിട്ട് ഒത്തിരി ആഗ്രഹിച്ച് വാങ്ങിച്ചൊരു സെറ്റാണ് കേട്ടോ ഇത്. ഈ 2 ബൗൾസും ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചാണ്. ഇതിൻ്റെ കൂടെ നമുക്ക് 2 സ്പൂൺ കൂടി ഉണ്ടായിരുന്നു കേട്ടോ. ഇത് ആമസോണാണോ മീഷോ ആണെന്ന് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. പക്ഷേ ഇതിന് 300 350 രൂപയായിരുന്നു കേട്ടോ സെറ്റ് ഓഫ് 2. ഇതിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഡിസേർട്ടൊക്കെ സെർവ് ചെയ്യാനൊക്കെ നല്ലതാണ്. അതുപോലെ തന്നെ ഞാൻ വീഡിയോസിനൊക്കെ യൂസ് ചെയ്യുന്ന 2 ബൗൾസാണ് കേട്ടോ. ഇനിയുള്ളത് ഈ 2 ഗ്ലാസ്. ഇത് ആക്ച്വലി പുഡിംഗ് ഗ്ലാസ്സസ് ആണ് കേട്ടോ. ഇത് ഞാൻ പുഡിംഗ് ഉണ്ടാക്കണം, എനിക്ക് പുഡിങ്ങിൻ്റെ വീഡിയോസൊക്കെ എടുക്കണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഉണ്ടാക്കി. പക്ഷെ എനിക്ക് അന്ന് അത് സെർവ് ചെയ്യാനുള്ള നല്ലൊരു പാത്രമോ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ആ വീഡിയോ ഞാൻ അന്ന് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതെനിക്ക് ഭയങ്കര വിഷമമായി. അങ്ങനെ ഞാനിങ്ങനെ തപ്പിയപ്പം എനിക്ക് ചെറിയ പൈസയ്ക്ക്, ഒത്തിരി പൈസ ഒന്നുമില്ല, ഇതും ബിലോ 400 അങ്ങനെ എന്തോ ആണ്, കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല. ഇത് ആമസോണിൽ നിന്ന് വാങ്ങിച്ചാണ് കേട്ടോ. ഇതിൽ എന്നിട്ട് ഞാനൊരു ചിക്കു ചിയ പുഡിംഗ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് നല്ല അടിപൊളിയായിരുന്നു. അതിൻ്റെ 2 പുഡിംഗ് ഗ്ലാസ്സസ് ആണ് കേട്ടോ. എന്താ ചെറിയ ഗ്ലാസ്. എനിക്ക് തോന്നുന്നു ഒരു വലിയ ഗ്ലാസ്സിന് അവരിങ്ങനെ കട്ട് ചെയ്തിട്ട് ചെറുതാക്കിയതുപോലില്ലേ. ഇനി അടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്തത് നമുക്കൊരു ലെമനേഡും കാര്യങ്ങളൊക്കെ സെർവ് ചെയ്യാനും അതുപോലെ നല്ല നല്ല ഫോട്ടോസൊക്കെ കിട്ടുന്ന ഒരു ഗ്ലാസ് ആണ് കേട്ടോ. എൻ്റെ ഒരു ലാസ്റ്റ് ഇയർ ഒരു വ്ളോഗ് ഉണ്ടായിരുന്നു. അതായത് ഞാൻ കോട്ടയത്ത് പോയപ്പം കുറേ സാധനങ്ങൾ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വ്ളോഗ് കണ്ടവർക്കറിയാം. ഇത് ഞാൻ അന്ന് വാങ്ങിച്ച, അതായത് ലാസ്റ്റ് ഡിസംബറിൽ വാങ്ങിച്ച ഒരു പർച്ചേസാണ്. ഇത് ഞാൻ 199 രൂപയാണ് കേട്ടോ ഇതിന്. ഇതിൻ്റെ 2 ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇത് വാങ്ങിച്ചത് വെസ്റ്റ് സൈഡിൽ നിന്നാണ് കേട്ടോ. ഇത് നിങ്ങൾക്ക് ഇപ്പോഴും ചിലപ്പം വെസ്റ്റ് സൈഡിലൊക്കെ അവൈലബിൾ ആയിരിക്കും. അവരുടെ സൈറ്റിലുണ്ടോയെന്ന് എനിക്കറിയില്ല. ഞാൻ കോട്ടയത്തുള്ള അവരുടെ ഷോറൂമിൽ നിന്നാണ് വാങ്ങിച്ചത്. നല്ല ഭംഗിയില്ലേ. ഞാൻ ഒരു ബീട്രൂട്ട് ജ്യൂസും ഒരുപാട് ജ്യൂസ് ഐറ്റംസിൻ്റെ ഒക്കെ ഞാൻ ഫോട്ടോസ് എടുത്തിട്ടുണ്ട് ഈ ഒരു ഗ്ലാസ്സിൽ. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ വാങ്ങിച്ചൊരു ഐസ്ക്രീം സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗ്ലാസ്സാണ് കേട്ടോ ഇത്. എന്താ നല്ല ഭംഗിയില്ലേ. പക്ഷേ ഇതിൽ ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. ഇതിനും സെയിം റേറ്റ് ആണ് കേട്ടോ, 199 രൂപയായിരുന്നു. അന്ന് എന്തൊരു ഓഫർ നടക്കുന്നുണ്ടായിരുന്നു. ആ സമയത്താണ് ഞാനിത് വാങ്ങിച്ചത് ഡിസംബറിൽ. അപ്പോൾ ഡിസംബർ ജാനുവരി ടൈമിൽ. അപ്പോൾ അതിലെന്തോ ഒരു ഓഫർ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതും 2 വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷെ ഇത് വാങ്ങിച്ചെന്നല്ലാണ്ട് ഇത് ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. ഇതൊരു പ്രാവശ്യം ഞാൻ എന്തെങ്കിലുമൊക്കെ ഐസ്ക്രീം ഒക്കെ റെസിപ്പി ചെയ്തിട്ട് ഇത് ഐസ്ക്രീമിന് വേണ്ടിയിട്ട് വാങ്ങിച്ചൊരു ഗ്ലാസ് ആണെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഇത് വാങ്ങിക്കുന്നതിന് മുന്നേ അന്ന് എനിക്കിതുപോലെ, അതായത് ഞാനൊരു 2022 ഈ വീഡിയോസൊക്കെ സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ ഞാൻ ഒരുപാട് ഐസ്ക്രീംസ് ഒക്കെ ഉണ്ടാക്കുമായിരുന്നു കേട്ടോ വീട്ടിലും. ഐസ്ക്രീമും അതുപോലെ തന്നെ ഹോട്ട് ചോക്ലേറ്റും കാര്യങ്ങളൊക്കെ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ എനിക്ക് ഐസ്ക്രീം സെർവ് ചെയ്ത് ഒരു ഫോട്ടോ എടുക്കാനുണ്ടെങ്കിൽ ഒരു ബൗൾ ഉണ്ടായിരുന്നില്ല. അന്ന് ഞാൻ വാങ്ങിച്ച ഒരു ബൗളാണ് കേട്ടോ ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചാണ്. ഇതിൻ്റെ 2 ഉണ്ട് കേട്ടോ. ഇതിന് 500 രൂപ അങ്ങനെ എന്തോ ആണ്. ഇത് നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ളൊരു ഗ്ലാസ്സാണ് കേട്ടോ. ഇതിൽ ഞാൻ അതുകൊണ്ട് അതുപോലത്തെ ഫോട്ടോസൊക്കെ ഒത്തിരി നാൾ മുന്നേ. ഇപ്പം എന്താ ഞാൻ ഐസ്ക്രീം ഉണ്ടാക്കുന്നതേ കുറഞ്ഞു. അതുകൊണ്ടാണ് ഇപ്പോൾ ഇതിനൊന്നും ഞാൻ വീഡിയോസൊന്നും വരാത്തത്. പക്ഷെ അന്ന് ആമസോണിൽ നിന്ന് വാങ്ങിച്ച ഒരു ഐസ്ക്രീം ബൗളാണ് കേട്ടോ ഇതാ. നെക്സ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മണ്ണിൻ്റെ കപ്പ്. ഇത് ഞാൻ പോണ്ടിച്ചേരിയിൽ പോയപ്പോൾ വാങ്ങിച്ചാണ് കേട്ടോ. ഇതൊരു പോണ്ടിച്ചേരി ഓർമ്മയുണ്ട്. ഞാൻ അങ്ങനെ എവിടെയെങ്കിലുമൊക്കെ ട്രിപ്പ് പോകുമ്പോൾ അവിടുത്തെ ലോക്കൽ സ്റ്റോറിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാറുണ്ട്. ലോക്കൽ മാർക്കറ്റിൽ ഞാൻ എന്തായാലും പോകാറുണ്ട് കേട്ടോ. അങ്ങനെ ഈ ഒരു കപ്പിന്
50 രൂപയായിരുന്നു. ഇത് പോണ്ടിച്ചേരിയിൽ, എനിക്ക് കറക്റ്റ് സ്ഥലം ഓർമ്മയില്ല, ഒരു ബീച്ചിൻ്റെ അടുത്ത് അവിടെ ഒരു ചെറിയൊരു മാർക്കറ്റ് ഉണ്ടായിരുന്നു. ആ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. ഇതുപോലത്തെ 2 കപ്പ് വാങ്ങിച്ചു. പിന്നെ അതുപോലെ തന്നെ ഞാൻ അവിടെ നിന്ന് ഫ്രിഡ്ജ് മാഗ്നറ്റും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു. അവിടെ പോയിട്ടും 1 വർഷത്തിന് മുകളിലായി. കഴിഞ്ഞ ജൂലൈയിൽ പോയതാണ്, ചെന്നൈ പോണ്ടിച്ചേരിയൊക്കെ. അപ്പോൾ അന്ന് വാങ്ങിച്ച കപ്പാണ് കേട്ടോ. ഇതിലും ഞാൻ ഇടയ്ക്കിടയ്ക്ക് മോരൊക്കെ ഉണ്ടാക്കാറുണ്ട്. മാങ്ങാ മോര്, അതുപോലെ തന്നെ മാങ്ങയുടെ സീസണിൽ മാങ്ങാ മോര് അല്ലെങ്കിൽ നോർമൽ മോരൊക്കെ ആക്കിയിട്ട് ഇതിൽ കുടിക്കാറുണ്ട് കേട്ടോ, നമ്മുടെ മോരും വെള്ളം. ഈ ഒരു പാത്രം കുറേ സമയമായിട്ട് സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു അത് പെട്ടെന്ന് കാണിച്ചിട്ട് ഇവിടുന്ന് മാറ്റാം. ഇതും ഞാൻ പറഞ്ഞു, എൻ്റെ കഴിഞ്ഞ കോട്ടയം വ്ലോഗ് കണ്ടവർക്കറിയാം. ഇതൊക്കെ ഞാൻ വെസ്റ്റ് സൈഡിൽ നിന്ന് വാങ്ങിച്ച പാത്രങ്ങളാണ് കേട്ടോ. ഈ ഒരു ബൗളും ഞാൻ വെസ്റ്റ് സൈഡിൽ നിന്ന് തന്നെ വാങ്ങിച്ചതാണ്. എനിക്ക് തോന്നുന്നു ഇതിന് 499 അങ്ങനെ എന്തോ ആയിരുന്നു. ഇതും ഞാൻ പറഞ്ഞില്ലേ, എനിക്കൊരു വൈറ്റ് കളറാകുമ്പം അതിന് സെർവ് ചെയ്ത ഐറ്റംസ് കാണാൻ കുറച്ചുകൂടെ ഭംഗി ഉണ്ടാവും എന്ന ഒരു ഇതിൽ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ഇതിൽ ഒരുപാട് സംഭവങ്ങൾ ഞാൻ സെർവ് ചെയ്തിട്ട് ഫോട്ടോസൊക്കെ ഇട്ടിട്ടുണ്ട്. ഈ ഇടയ്ക്ക് ഞാനൊരു ചീസ് ഗാർലിക് മാഗി, പാലൊക്കെ വെച്ചിട്ടുള്ളൊരു മാഗീൻ്റെ അതൊക്കെ ഞാൻ ഇതിലായിരുന്നു സെർവ് ചെയ്തത്. അതുപോലെ തന്നെ വെസ്റ്റ് സൈഡിൽ നിന്ന് വാങ്ങിച്ച തന്നെ ഒരു പ്ലേറ്റാണ് കേട്ടോ ഇത്. എന്തെങ്കിലുമൊക്കെ സ്നാക്സൊക്കെ ഇട്ടിട്ട് നമുക്ക് അതിൻ്റെ ഫോട്ടോ എടുക്കാം. കുക്കീസും സ്നാക്സൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് വാങ്ങിച്ചാണ്. ഇതിൻ്റെയും പ്രൈസ് ഇല്ല. ഇതും എനിക്ക് തോന്നുന്നു 499 ആയിരുന്നു അന്നത്തെ റേറ്റ്. ഇതിൻ്റെ കൂടെ ഒരു ബൗൾ കൂടെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ഇതും വെസ്റ്റ് സൈഡിൽ തന്നെയാണ്. എനിക്ക് തോന്നുന്നു ഇതിനും സെയിം റേറ്റ് ആണ്. കാരണം ഈ ഒരു 3 പ്രൊഡക്റ്റിന് എനിക്ക് ഓഫർ ഉണ്ടായിരുന്നില്ല. ഓഫർ ഇല്ലാതെ വാങ്ങിച്ചതാണ്. ഈ ഗ്ലാസിനും കാര്യങ്ങൾക്കൊക്കെ മാത്രമേ അന്ന് ഓഫർ ഉണ്ടായിരുന്നുള്ളൂ. അതുപോലെ തന്നെ ഞാൻ വെസ്റ്റ് സൈഡിൽ നിന്ന് വാങ്ങിച്ച ഒരു ബൗളാണ് കേട്ടോ ഇത്. ഇതും എനിക്ക് ഭയങ്കരമായിട്ട് ഭംഗി തോന്നിയിട്ട് ഞാൻ വാങ്ങിച്ചൊരു ബൗളാണ്. അതായത് ഒരു വുഡോൺ ഷെയ്ഡിലും പിന്നെ അകത്ത് ഈ ഒരു ക്രീം കളറാകുമ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ മിക്സ് ചെയ്യുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവുമെന്ന് വിചാരിച്ച് വാങ്ങിച്ചാണ് കേട്ടോ. ഇതിന് എനിക്ക് തോന്നുന്നു 499 599 അങ്ങനെ എന്തോ സംതിങ് ആയിരുന്നു ഇതിന് ഓഫർ ഉണ്ടായിരുന്നില്ല. ഇത് കണ്ടപ്പോൾ എനിക്ക് ഓഫറിനൊന്നും വെയിറ്റ് ചെയ്യാൻ തോന്നിയില്ല. ഞാൻ ഇങ്ങോട്ട് എടുത്തു. നല്ല ഭംഗിയില്ലേ? പക്ഷേ ഞാനിതൊന്നും ഒത്തിരി റഫ് യൂസ് ചെയ്യാത്ത പാത്രമാണ് കേട്ടോ. കാരണം റഫ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഇളകി പോകുമെന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം ഇതെന്തോ ഒന്ന് പേസ്റ്റ് ചെയ്ത് വെച്ചതുപോലെ ഫീൽ ചെയ്യുന്നുണ്ട് ഇതിൻ്റെ അകത്തെ. അപ്പോൾ അത് പെട്ടെന്ന് പോകുമെന്ന്, നമ്മൾ ഒത്തിരി പ്രാവശ്യം വെള്ളമൊക്കെ കൊള്ളിച്ച് കഴിഞ്ഞാൽ അത് മോശമായി പോകുമെന്ന് എനിക്ക് സംശയമുണ്ട്. ഇത് കുറച്ചുകൂടി ഫാൻസി ആയിട്ടുള്ള പാത്രമാണ് കേട്ടോ. പക്ഷേ ഈ സിറാമിക് ഒന്നും കുഴപ്പമില്ല. നമ്മൾ എന്താ പറയുക, യൂസ് ചെയ്ത് കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഇത് മോശമായി പോകണമെങ്കിൽ താഴെ വീണ് പൊട്ടിപ്പോണം. പക്ഷേ ഇതൊക്കെ എനിക്കൊന്ന് കുറേ പ്രാവശ്യം നമ്മൾ വെള്ളവും സോപ്പൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ മോശമായി പോകും. ഇത് നമുക്ക് എന്തെങ്കിലും ഡ്രൈ ഐറ്റംസ് ഒക്കെ സെർവ് ചെയ്ത് സൂക്ഷിക്കാനും കാണിക്കാനൊക്കെയാണ് നല്ലതാണ്. അടുത്തതിൻ്റെ ഈ ഒരു ബൗളാണ് കേട്ടോ. ഇതും ഞാൻ വാങ്ങിച്ചിട്ട് ഒരു 2 വർഷമായി. അതായത് ഞാൻ കുക്കിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ വാങ്ങിച്ചൊരു ബൗളാണ്. ഇത് നമ്മുടെ നാട്ടിൽ പയ്യന്നൂർ ഗ്രാൻഡ് ഹൈപ്പർ എന്ന് പറഞ്ഞൊരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, അവിടെ പോയിട്ട് വാങ്ങിച്ചാണ് കേട്ടോ. ഇതിൻ്റെ റേറ്റ് 611 ആണ്. പക്ഷെ എനിക്കിത് 525 എന്തോ കിട്ടി കേട്ടോ. അന്ന് എനിക്ക് പാത്രങ്ങളൊക്കെ ഞാനിങ്ങനെ വാങ്ങിച്ച് തുടങ്ങുന്നൊരു ടൈമാണ് കേട്ടോ. കാരണം കുക്കിംഗ് ഒക്കെ ഇങ്ങനെ വീഡിയോസൊക്കെ എടുത്ത് തുടങ്ങിയതേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞാൻ പയ്യന്നൂർ പോയ സമയത്ത് അശ്വിനാണ് ആദ്യം ഇത് കാണുന്നത്. അശ്വിൻ പറഞ്ഞു, ഇന്നുകൊണ്ട് നല്ല വലിയ ബ്ലാക്ക് കളറിലെ പാത്രം നീ വാങ്ങിക്കുക, നിനക്കിതിൽ എന്തെങ്കിലുമൊക്കെ മിക്സ് ചെയ്യാനൊക്കെ പറ്റുന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ വാങ്ങിച്ചൊരു പാത്രമാണ് കേട്ടോ ഇത്. പക്ഷേ ഇത് ഭയങ്കര ഡെലിക്കേറ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഞാൻ ഭയങ്കര പേടിച്ചുകൊണ്ടാണ് ഇത് എപ്പോഴും യൂസ് ചെയ്യുക. കാരണം എവിടെയെങ്കിലും ഒന്ന് തട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ പൊട്ടിപ്പോവും. അപ്പോൾ അതാണ് എൻ്റെ ഈ ഒരു ബൗൾ. ഈ ഒരു പാത്രം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആരും കണ്ടിട്ടുണ്ടാവില്ല. ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. പിന്നെ ഇത്രയും പാത്രങ്ങൾ കാണിക്കുമ്പം ഈ ഒരു പാത്രം മാത്രം കാണിച്ചില്ലെങ്കിൽ എനിക്ക് സങ്കടം വരും. അതുകൊണ്ട് ഞാൻ കാണിച്ചതാണ് കേട്ടോ. ഇത് നല്ല നല്ല ഭംഗിയുള്ളൊരു മൺചട്ടിയാണ്. മൺചട്ടി എന്നാണോ ഇതിനെന്താ പറയുക? ഇത് ശരിക്കും ഞാൻ എന്തിനാണ് വാങ്ങിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാലൊക്കെ ഒഴിക്കില്ലേ, തൈരൊക്കെ ആക്കാൻ വേണ്ടിയിട്ട് ആ ഒരു പർപ്പസിന് വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ചാണ് കേട്ടോ. പക്ഷേ ഞാൻ ഇതുവരെ ഇത് യൂസ് ഇല്ല എന്നാണ് സത്യം. ഇതും ഞാൻ എൻ്റെ കോട്ടയം വ്ലോഗിൽ കാണിച്ചിട്ടുണ്ട്. ഇത് ഞാൻ വാങ്ങിച്ചത് തൃശ്ശൂർ കൊടക്കര എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. തൃശ്ശൂർ കൊടക്കര ഒരു ഇന്ത്യൻ കോഫി ഹൗസ് ഉണ്ട്. ഇന്ത്യൻ കോഫി ഹൗസിൻ്റെ തൊട്ട് മുന്നേ അവിടെ തന്നെ അതേ കോമ്പൗണ്ടിനകത്ത് തന്നെ ഒരു ചേച്ചി ഇതുപോലത്തെ മൺചട്ടിയൊക്കെ വെക്കുന്നുണ്ടായിരുന്നു. അവിടുന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. പിന്നെ ആ ചേച്ചീനെ കണ്ടപ്പം ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇത് വാങ്ങിക്കാൻ വേണ്ടി പോയതല്ല. അവിടെ ഈ നമ്മുടെ കുന്തിരിക്കം പുകയ്ക്കുന്ന ഒരു നല്ല സംഭവം ഉണ്ടായിരുന്നു. അതെൻ്റെ അടുത്തുണ്ട്, ഇപ്പോൾ ഇവിടെ ഉണ്ട്. അപ്പോൾ അത് ഞാൻ ആമസോണിൽ സെയിം ഐറ്റം 400-500 രൂപയാണ് കണ്ടത്. പക്ഷേ ചേച്ചിയുടെ അടുത്ത് അതിന് എത്രയോ 100 രൂപ അങ്ങനെ എന്തോ ആയിരുന്നു. അപ്പോൾ ഞാൻ ശരിക്കും അത് വാങ്ങിക്കാനേ പോയത്.
പിന്നെ ആ ചേച്ചി എൻ്റെ അടുത്ത് ഇത് വാങ്ങിക്കുക എന്ന് പറഞ്ഞിട്ട് എന്നെ വിട്ടില്ല കേട്ടോ. പിന്നെ അത് കാണുമ്പോൾ ഒരു ഭംഗിയും തോന്നിയല്ലോ. അപ്പോൾ അശ്വിൻ പറഞ്ഞു എന്തായാലും നീ വാങ്ങിക്കണം, ആ ആൻറ്റി അത്രയും കാര്യമായിട്ട് പറഞ്ഞതിൽ വാങ്ങിക്കാൻ പറഞ്ഞു. അങ്ങനെ വാങ്ങിച്ചൊരു പാത്രമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ആ റൂട്ടിലൊക്കെ പോകുന്നുണ്ടെങ്കിൽ ആ ചേച്ചിയുടെ അടുത്ത് ഒത്തിരി നല്ല ചട്ടികളും പാത്രങ്ങളൊക്കെ ഉണ്ട് ചെറിയ റേറ്റിൽ. അപ്പോൾ ഇത് കാണുന്ന ആരെങ്കിലും ആ റൂട്ടിലൊക്കെ പോകുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ വാങ്ങിക്കാം കേട്ടോ. ഇനി എൻ്റെ അടുത്ത പാത്രം, അടുത്തൊരു പാത്രമല്ല, അടുത്തത് ഞാൻ വറവിടാൻ ഉപയോഗിക്കുന്ന ഇതിന് എൻ്റെ നാട്ടിൽ എന്താണെന്നറിയോ പണ്ട് പറഞ്ഞുകൊണ്ടിരുന്നത്, ഇതൊരു ഉരുളി, ഇത് അതായത് വാലുള്ള വാലുരുളി എന്നായിരുന്നു പണ്ട് ഇതിനെ പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ പ്രത്യേകിച്ചൊന്നും പറയണ്ടായി കേട്ടോ. എനിക്ക് ഓർമ്മയുണ്ട്, ഞങ്ങളുടെ വീട്ടിലൊക്കെ പണ്ട് അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത് വാലുരുളി. ഇതിനിപ്പോൾ എന്താ പറയുക, തടുക്ക പാൻ. ഇത് അഗാരോ എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ ആണ് കേട്ടോ. ഇതും ആമസോണിൽ നിന്ന് വാങ്ങിച്ചാണ്. ഇതിൻ്റെ എമൗണ്ട് 350 രൂപയാണ്. അപ്പം ഇവിടെ ഒരു അലുമിനിയത്തിൻ്റെ ആയിരുന്നു ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൽ ഒത്തിരി അത് മോശമായി പോയി. അങ്ങനെ ഞാൻ വീഡിയോസിനൊക്കെ വേണ്ടിയിട്ട് ഈ ഒരു തടുക്കൊക്കെ ആക്കുമ്പോൾ നമുക്ക് ഇത് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വാങ്ങിച്ചൊരു പാത്രമാണ് കേട്ടോ ഇത്. പിന്നെ ഇതും ഒത്തിരി ഒന്നും ഞാൻ യൂസ് ചെയ്യുന്നില്ല. എന്തെങ്കിലുമൊക്കെ എക്സ്ട്രാ തടുക്കിൽ നമ്മളിപ്പം ഇതിൽ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ വരില്ലേ, മോസ്റ്റ് ഓഫ് ദ എല്ലാ റെസിപ്പിയിലും ഞാൻ ആ കടായിൽ തന്നെ തടുക്കാക്കിയിട്ട് അതിലേക്ക് ഞാൻ കറിയൊക്കെ ഒഴിക്കാറാണ്. പക്ഷേ എന്തെങ്കിലും എക്സ്ട്രാ ചെയ്യാനുണ്ടെങ്കിൽ മാത്രമേ ഞാനിത് യൂസ് ചെയ്യാറുള്ളൂ. അങ്ങനെയുള്ള എൻ്റെ തടുക്ക പാനാണിത്. ഇനി അടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു പുഡിംഗ് ട്രേ ആണ് കേട്ടോ. ഈ പുഡിംഗ് ട്രേയും ഞാൻ കുറേ നാൾ വെയിറ്റ് ചെയ്തിട്ട് വാങ്ങിച്ചത്. അതായത് ആദ്യമൊക്കെ ഞാനിത് വാങ്ങിക്കണം ഒത്തിരി ആഗ്രഹിച്ചു. അപ്പം ഞാൻ വിചാരിച്ചു ഇതിൻ്റെ ആവശ്യം എനിക്കിപ്പോൾ ഇല്ലല്ലോ, എന്തിനാ ഞാൻ വെറുതെ പൈസ കളയുന്നത്, ഞാനത് ഉണ്ടാക്കുന്നില്ല, ഞാൻ എന്തിനാ വാങ്ങിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കുറേ ദിവസം ഇങ്ങനെ വേണ്ട എന്ന് വിചാരിച്ച് വെയിറ്റ് ചെയ്യായിരുന്നു. അങ്ങനെ ഞാൻ ലാസ്റ്റ് ആമസോണിൽ നിന്ന് വാങ്ങിച്ചാണ് കേട്ടോ. ഇത് ബ്രാൻഡ് അഗാരോ ആണ്. എനിക്ക് തോന്നുന്നു ഇതിന് റേറ്റ് ഇതിൽ 795 കാണിക്കുന്നുണ്ട്. പക്ഷേ അത്രയും ഞാൻ കൊടുത്തിട്ടുണ്ടാവില്ല, ഒരു 600 അങ്ങനെ എന്തോ, ഒരു 500 600 കൊടുത്തിട്ടുണ്ടാവുമായിരിക്കും. പക്ഷേ ഈ കവറിലുള്ള റേറ്റ് 795 കേട്ടോ. അത്രയും ഞാൻ കൊടുത്തിട്ടില്ലെന്ന് എനിക്ക് ഉറപ്പാണ്. എനിക്കതൊരു 500 സംതിങ് 600 മാക്സിമം. പക്ഷേ ഇത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഗ്ലാസ് ആണ്. നമുക്ക് അത്രയും ഒരു ഡെലിക്കേറ്റ് ആണെന്ന് തോന്നില്ല. ഇതിൽ ഞാൻ പുഡിംഗ് ഒക്കെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു അറേബ്യൻ മിൽക്ക് പുഡിംഗ് ചെയ്തില്ലേ, അത് ഞാൻ ഇതിലാണ് ചെയ്തത്. പുഡിംഗ് ട്രേ. അടുത്ത എൻ്റെ പാത്രം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മൺചട്ടിയാണ് കേട്ടോ. അതായത് ഞാനൊരു പെപ്പർ ചിക്കൻ്റെ റെസിപ്പി ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലൊക്കെ എനിക്ക് കുറച്ച് വ്യൂസ് അധികം കിട്ടിയൊരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ അന്ന് ആ റെസിപ്പി ഞാൻ ഈ ഒരു മൺചട്ടിയിലാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഒത്തിരി പേര് എൻ്റെ അടുത്ത് ചോദിച്ചു മൺചട്ടി എവിടെ നിന്നാണ് സ്വാതി വാങ്ങിക്കുക എന്നൊക്കെ എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്. അപ്പം ഈ ഒരു മൺചട്ടി ഞാൻ വാങ്ങിച്ചത് കൂടുതലും ഞങ്ങളുടെ വീട്ടിൽ മൺചട്ടി വാങ്ങിക്കാറ് ഞങ്ങളുടെ നാട്ടിൽ തെയ്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഈ തെയ്യങ്ങൾക്ക് പോകുമ്പോൾ അവിടെ ചന്ത ഉണ്ടാവും. അപ്പം ഈ തെയ്യങ്ങളുടെ ചന്തയുടെ കൂട്ടത്തിൽ ചട്ടികളുള്ള ഒരു ചന്ത ഉണ്ടാവും. അപ്പം അവിടുത്തെ മൺചട്ടികൾ വളരെ നല്ല ചട്ടികൾ ഞങ്ങൾക്ക് കിട്ടാറുണ്ട്. അപ്പം ഞങ്ങൾ സാധാരണ വീട്ടിൽ അമ്മയൊക്കെ ചട്ടിയൊക്കെ അവിടെ നിന്ന് തന്നെയാണ് കേട്ടോ കൂടുതലും വാങ്ങിക്കാറ്. അപ്പോൾ അങ്ങനെ ഞാനൊരു പ്രാവശ്യം വാങ്ങിച്ചൊരു മൺചട്ടിയാണിത്. ഇത് നല്ല വലിപ്പമുള്ളൊരു മൺചട്ടിയാണ്, ഒത്തിരി വലിപ്പമുള്ളത്. ഇതിലാണ് ഞാനിപ്പോൾ മീൻ കറിയും ചിക്കൻ കറിയും കാര്യങ്ങളൊക്കെ, അതായത് നാടൻ റെസിപ്പീസൊക്കെ ഞാൻ ഉണ്ടാക്കാറ് ഇതിലാണ് കേട്ടോ. ഇനിയിപ്പം ഓണമൊക്കെ വരുമ്പം അവിയലൊക്കെ വെക്കാൻ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുന്നത്. ഇത് ഞാൻ ചീമേനി, അതായത് കാസർഗോഡ് ജില്ലയിൽ ചീമേനി എന്ന് പറയുന്ന സ്ഥലത്ത് മുണ്ടിയിലെ തെയ്യം ഉണ്ടായ സമയത്ത് ഞാൻ വാങ്ങിച്ചു. പിന്നെ എനിക്ക് ഈ മൺചട്ടി കുറച്ചുകൂടി ഭയങ്കര ഇഷ്ടമാണ്. അതായത് കുക്ക് ചെയ്യാൻ മാത്രമല്ല ചില കാര്യങ്ങളൊക്കെ നമുക്കിങ്ങനെ സെർവ് ചെയ്ത് കാണിക്കാനൊക്കെ അതിലുള്ള ആഗ്രഹം കൊണ്ട് ഞാൻ വാങ്ങിക്കും കേട്ടോ. അപ്പോൾ തെയ്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ സീസണലാണല്ലോ, അപ്പം എനിക്ക് എപ്പോഴും അത് കിട്ടാറില്ല. അങ്ങനെ ഞാൻ പയ്യന്നൂരിൽ തന്നെ ഒരു ഷോപ്പുണ്ട്, അത് പയ്യന്നൂർ കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിൻ്റെ അടുത്തായിട്ടൊരു ഒരു ഷോപ്പുണ്ട്. എനിക്ക് ആ ഒരു ഷോപ്പ് മാത്രമേ എനിക്കറിയുള്ളൂ. പക്ഷെ അവർ കുറച്ച് എക്സ്പെൻസീവാണ്. നമ്മൾ ഇപ്പം തെയ്യത്തിൻ്റെ അടുത്തൊക്കെ വാങ്ങിക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ എക്സ്പെൻസീവാണ് അവരുടെ ഐറ്റംസ് എന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ ഞാൻ അവിടുന്ന് വാങ്ങിച്ച ഒരു ചട്ടിയാണ് കേട്ടോ ഇത്. പക്ഷേ ഞാൻ ഈ ചട്ടിയിൽ ഇതുവരെ കുക്ക് ചെയ്തിട്ടില്ല. ഞാൻ സാധാരണ എൻ്റെ വീഡിയോസിൽ ഇതിൽ ഞാൻ സെർവ് ചെയ്ത് കാണിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതുവരെ ഇതിനെ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിനെ മെഴുക്കി വെച്ചിട്ടുമില്ല. കാരണം ഞാനിത് കുക്കിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നില്ല എന്ന് വിചാരിച്ച ചട്ടിയാണ്. അപ്പോൾ അവിടുന്ന് വാങ്ങിച്ച ഒരു ചട്ടി ഇത്. അതുപോലെ തന്നെ ഈ ഒരു കുഞ്ഞ് ചട്ടി ഞാൻ എപ്പോഴെങ്കിലും കുറച്ച് മോരുകറിയൊക്കെ ഉണ്ടാകുമ്പോൾ ഞാൻ ഇതിലെടുത്ത് വെക്കാറുണ്ട് കേട്ടോ ചട്ടി. ഇതിൻ്റെയൊക്കെ റേറ്റ് എനിക്ക് ഓർമ്മയില്ല. ഈ വലിയ മൺചട്ടിക്ക് എനിക്ക് തോന്നുന്നു 500 600 അങ്ങനെ എന്തോ ആണ്. കാരണം ഞാനിത് വാങ്ങിച്ചിട്ട് 2 വർഷമായി. ഈ വർഷം 2 വർഷം 1.5 വർഷമായിട്ടോ, 1.5 വർഷമായി. അതായത് കഴിഞ്ഞ തെയ്യത്തിനാണ് ഞാൻ ഈ ചട്ടി വാങ്ങിച്ചത്.
ഇതേ സെയിം ഇതിൽ ഇപ്രാവശ്യം വീട്ടിൽ അമ്മ ഒന്ന് വാങ്ങിച്ചു. അപ്പോൾ എനിക്ക് തോന്നുന്നു അമ്മ ഇത്ര 600 രൂപയുടെ ഒരു ചട്ടി വാങ്ങിച്ചു. അപ്പോൾ ഇതിനും ആ ഒരു റേറ്റ് ആയിരിക്കും. പിന്നെ ഞാൻ പയ്യന്നൂരിൽ ഞാൻ പറഞ്ഞ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ച ഒരു മൺചട്ടിയുടെ തന്നെ പ്ലേറ്റ് ആണ് കേട്ടോ ഇത്, മണ്ണിൻ്റെ പ്ലേറ്റ്. അപ്പം ഞാൻ എന്തെങ്കിലുമൊക്കെ കഞ്ഞിയും അതുപോലെ തന്നെ നമ്മുടെ നാടൻ റെസിപ്പീസൊക്കെ സെർവ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉദ്ദേശത്തിൻ്റെ പുറത്താണ് ഞാൻ ഈ ഒരു ചട്ടി വാങ്ങിച്ചത് കേട്ടോ. ചട്ടിച്ചോറൊക്കെ ഉണ്ടാക്കാൻ നല്ലതല്ലേ, അങ്ങനെ വാങ്ങിച്ചാണ് കേട്ടോ. ചട്ടിച്ചോറൊക്കെ ഉണ്ടാക്കാമെന്ന് ഞാനിവിടെ പറയാറേ ഉള്ളൂ, പക്ഷെ ഞാൻ ഉണ്ടാക്കാറില്ല. കാരണം നമ്മുടെ നാട്ടിലാകുമ്പം എനിക്ക് അതിനൊക്കെ വല്ലാണ്ട് ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യും. പക്ഷെ ഇവിടെ ഞാൻ കുറച്ചുകൂടി അങ്ങനത്തെ ഒക്കെ റെസിപ്പീസ് ട്രൈ ചെയ്യാറ് കുറവാണ് കേട്ടോ. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് നിങ്ങളെല്ലാവരും എൻ്റെ അടുത്ത് എപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യമാണ്. കാരണം എൻ്റെ പാത്രങ്ങൾ ഞാൻ നിങ്ങളെ കാണിക്കുന്നത് ഇത്രയൊക്കെ ഉള്ളൂ. അടുത്ത ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ നൈഫിൻ്റെ കളക്ഷനാണ് കേട്ടോ. ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന എൻ്റെ നൈഫ്, കാരോട്ട്. ഇതും സെയിം ബ്രാൻഡാണ് കേട്ടോ. എൻ്റെ കുക്ക് വെയർസിൻ്റെ അതേ ബ്രാൻഡാണ് എൻ്റെ കത്തികളും. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന കത്തി എൻ്റെ അടുത്ത് എല്ലാവരും ചോദിക്കാറുണ്ട്, സ്വാതി ഈ കത്തി എവിടുന്നാണ് വാങ്ങിച്ചതെന്ന് ചോദിക്കാത്ത വീഡിയോസ് വളരെ കുറവാണ്. എൻ്റെ എല്ലാ ഷോർട്സിനും വരുന്നൊരു കോമൺ ക്വസ്റ്റ്യനാണ് എൻ്റെ ഈ ഒരു കത്തി കേട്ടോ. ഈ കത്തി ഞാൻ വാങ്ങിച്ചത് ആമസോണിൽ നിന്നാണ്. ഇത് ഞാൻ ആദ്യം വാങ്ങിച്ചൊരു കത്തിയാണ് കേട്ടോ. ഈ ഒരു കത്തി ഞാൻ സിംഗിൾ പീസായിട്ട് വാങ്ങിച്ചതാണ്. ഞാൻ വീഡിയോ പർപ്പസിന് വേണ്ടി മാത്രം അന്ന് വാങ്ങിച്ച ഒരു കത്തിയാണ്. എനിക്ക് തോന്നുന്നു ഇത് ഞാൻ വാങ്ങിച്ചിട്ട് 1.5 വർഷത്തിന് മുകളിലായി, 2 വർഷത്തിനടുത്തായി ഇത് വാങ്ങിച്ചിട്ട്. പക്ഷേ ഇതിപ്പോഴും നല്ല കണ്ടീഷനിലുണ്ട് കേട്ടോ. ഇതിന് ഒട്ടും ഷാർപ്നെസ് പോയിട്ടൊന്നുമില്ല. പിന്നെ ഇത് സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. ഇതിൻ്റെ മുകളിൽ അവരെന്തോ ഒരു സംഭവം ഇങ്ങനെ ഇതുപോലത്തെ ചിത്രമൊക്കെ ഒട്ടിച്ച് വെച്ചിരിക്കുകയാണ്. പിന്നെ ഇതിൻ്റെ ഷാർപ്നെസ് പോവാത്തതുകൊണ്ട് തന്നെ ഇത് ഷാർപ്പൻ ചെയ്യുമ്പോൾ ആ പെയിൻറ് ഇളകി പോകുമെന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല കേട്ടോ. അതൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചവരുണ്ട് കമൻസിൽ. പക്ഷെ ഞാൻ ഇതുവരെ അത് ചെയ്തിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ എൻ്റെ കയ്യിൽ ഷാർപ്പൻ ചെയ്യാൻ സംഭവങ്ങളൊന്നുമില്ല. ഞാൻ അതിൻ്റെ സംഭവങ്ങളൊന്നും വാങ്ങിച്ചിട്ടുമില്ല. പിന്നെ എൻ്റെ കയ്യിൽ സാധാരണ കത്തികളുണ്ട്. ഞാൻ കുറച്ചുകൂടി എന്താ പറയുക, എൻ്റെ വീഡിയോ കുറച്ചുകൂടി ഭംഗി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് സത്യം പറഞ്ഞാൽ ആദ്യം വാങ്ങിച്ചതാണ്. പിന്നെ ഞാനിത് റെഗുലറായിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങി കേട്ടോ, ആ ഒരു കത്തി. അതിൻ്റെ കൂടെ അപ്പം ഞാൻ ഈ ഒരു കത്തി ഫസ്റ്റ് വാങ്ങിച്ചപ്പം ഇത് കണ്ടിട്ട് അശ്വിന് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെ അശ്വിൻ എനിക്ക് ഇതിനെത്രയായിരുന്നു, ഇതിനെനിക്കൊന്നു 200 രൂപയോ അങ്ങനെ എന്തോ ആയിരുന്നു. ഞാൻ ഈ ഒരു സിംഗിൾ പീസ് കത്തി വാങ്ങിച്ചപ്പം 200 തോന്നുന്നു, 200 250 അത്ര ഉണ്ടായിരുന്നുള്ളൂ ആദ്യം ഇത് വാങ്ങിച്ചപ്പോൾ. അപ്പോൾ അങ്ങനെ അതിനുശേഷം എൻ്റെ ഹസ്ബൻഡ്, എൻ്റെ റൊമാൻറ്റിക് ആയിട്ടുള്ള എൻ്റെ ഹസ്ബൻഡ് എനിക്ക് ഗിഫ്റ്റ് ചെയ്തൊരു നൈഫ് സെറ്റാണ് കേട്ടോ ഇത്. എല്ലാ ഹസ്ബൻഡ്സും എന്തെങ്കിലുമൊക്കെ വേറെ കാര്യങ്ങളൊക്കെ അല്ലേ ഗിഫ്റ്റ് ചെയ്യുക. എൻ്റെ ഹസ്ബൻഡ് എനിക്ക് ഗിഫ്റ്റ് ചെയ്ത ഒരു നൈഫ് സെറ്റ്. ഇതിന് അശ്വിൻ കൊടുത്തത്, ഇതിൽ 999 കാണിക്കുന്നുണ്ട്. എനിക്കറിയില്ല ഓഫർ ഉണ്ടായിരുന്നോ എന്താണെന്നറിയില്ല. ഓഫർ ഉണ്ടായിട്ടുണ്ടാവില്ല, കാരണം ഈ ഒരു ബ്രാൻഡിൻ്റെ ഓഫർ വരാറ് കുറവാണ്. അപ്പം 3 കത്തിക്ക് അവൻ കൊടുത്തത് 999 കേട്ടോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാനിത് വാങ്ങിച്ചത് 250 ആയിരിക്കില്ല, 300 300 സംതിങ് ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു കേട്ടോ ഈ ഒരു കത്തിക്കും. ഞാൻ ഓർക്കുന്നില്ല, കാരണം 2 വർഷമായില്ലേ. അപ്പോൾ ഇതിൽ 3 കത്തികളുണ്ടായിരുന്നേ. ഇതിൽ 3 കത്തികളുണ്ടായിരുന്നു. ഞാനിത് ഓപ്പൺ ചെയ്തിട്ടില്ല. നല്ല അടിപൊളി പിങ്ക് കളർ ഉണ്ടെന്ന്. അതുപോലെ തന്നെ സെയിം ഞാൻ സിംഗിൾ പീസ് വാങ്ങിച്ച അതേ കളറിൽ വേറൊരു കത്തി. ഇനി ഒരു ഗ്രീൻ കളർ കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം 3 എണ്ണമായിരുന്നു ഈ ഒരു സെറ്റിൽ വന്നത്. അങ്ങനെ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ പ്രാവശ്യം മഹേഷിൻ്റെ എൻഗേജ്മെൻറ്റിന് ഞങ്ങൾ ബാംഗ്ലൂർ പോകുമ്പോൾ കൺമണിക്ക് എന്തോ ആപ്പിളോ എന്തോ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അത് എടുത്തിട്ട് പോയിട്ടോ ആ കത്തി. അപ്പോൾ അതങ്ങനെ എൻ്റെ സിസ്റ്ററിൻ്റെ കാറിലായിപ്പോയി. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കത്തി ഇവിടെ ഇല്ല ഇപ്പോൾ. അപ്പോൾ ഈ ഒരു സെറ്റിലുള്ള 2 കത്തികൾ ഇതാണ് കേട്ടോ, പിങ്കും ബ്ലൂവും. ഗ്രീനും ഉണ്ടായിരുന്നു, അപ്പോൾ ആ ഗ്രീൻ ഇപ്പം എൻ്റെ അടുത്തില്ല. നമുക്ക് ഇതിൻ്റെ ഞാനിപ്പം ഇതൊന്ന് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ, കാരണം ഇതിൻ്റെ ഷാർപ്നെസ് ഒന്നും പോയിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ അശ്വിൻ്റെ അടുത്ത് പറഞ്ഞു, നീ എന്താ അതിട്ട് പൂജ ചെയ്യുകയാണെന്നൊക്കെ എൻ്റെ അടുത്ത് ചോദിക്കും. പിന്നെ നമ്മൾ എന്താ പറയുക, ഇപ്പം എനിക്ക് ആവശ്യമില്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഞാനിത് യൂസ് ചെയ്യാത്തത്. പക്ഷേ ഇതെല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യം ആയതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇത് ഉൾപ്പെടുത്തിയത്. കാരണം ഇതെൻ്റെ പാത്രങ്ങളുടെ മാത്രം ഒരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യാൻ വിചാരിച്ചൊരു വ്ളോഗാണ്. പക്ഷെ എല്ലാവരും എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ടല്ലോ, അങ്ങനെ ഞാൻ ചെയ്താണ് കേട്ടോ. അപ്പം എൻ്റെ പാത്രങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പം എൻ്റെ പാത്രങ്ങൾ നിങ്ങളെല്ലാവരും കണ്ടില്ലേ. കാരണം എനിക്കിങ്ങനെ ഒരുപാട് പേര് ചോദിച്ചതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഒരിക്കലും ഞാൻ ഈ ഒരു പാത്രങ്ങളെല്ലാം ഒരുമിച്ചൊരു ആർക്കും ഒരു ബേർഡൻ കൊടുത്ത് ഞാൻ വാങ്ങിച്ച സംഭവങ്ങളേ അല്ല. ഒക്കെ ഞാൻ സേവിങ്സ് എന്നൊക്കെ എടുത്ത് വാങ്ങിച്ച സംഭവങ്ങളാണ് കേട്ടോ.
കാരണം എനിക്കും തോന്നും നമ്മൾ ഒത്തിരി എന്താ പറയുക ഒത്തിരി ചിലവാക്കേണ്ട കാര്യമില്ല. പക്ഷേ നമുക്ക് എന്താ ആഗ്രഹം, ആ ആഗ്രഹം പോലെ നമുക്ക് സാധനങ്ങൾ മെല്ലെ മെല്ലെ വാങ്ങിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അങ്ങനെ വാങ്ങിച്ചു കൂട്ടിയ എൻ്റെ ഈ ഒരു ഒബ്സഷൻ കാരണം ഞാൻ വാങ്ങിച്ചു കൂട്ടിയ കുറച്ച് പാത്രങ്ങളാണ് കേട്ടോ. പക്ഷെ അതൊന്നും ഞാൻ ഇന്ന് അതിനെക്കുറിച്ചൊന്നും ഓർത്ത് ഞാൻ റിഗ്രറ്റ് ചെയ്യുന്നില്ല. കാരണം ഞാൻ വളരെ ഹാപ്പിയാണ് ഇതൊക്കെ പർച്ചേസ് ചെയ്തതിൽ. കാരണം എനിക്ക് നല്ല നല്ല വീഡിയോ എടുക്കാനും അതിനെക്കുറിച്ച് നിങ്ങൾ ചോദിക്കുന്നു എന്ന് പറയുമ്പോൾ എനിക്ക് കുറച്ചുകൂടി കൂടുതൽ സന്തോഷമാണ്. കാരണം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട് ആ ഒരു പാത്രമാണെങ്കിലും അതിൽ എന്തെങ്കിലുമൊക്കെ വീഡിയോ കാണിക്കുമ്പോഴാണെങ്കിലും എന്നെനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇന്നിങ്ങനൊരു വീഡിയോ ചെയ്തതാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഞാൻ എല്ലാ വീഡിയോയിലും പറയാറില്ലേ, നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ എൻ്റെ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് അവരുടെ എന്നെക്കുറിച്ച് പറയണം, ഇങ്ങനെ ഒരാളുണ്ട്, ഡെയിലി ഓരോ റെസിപ്പീസൊക്കെ ആയിട്ട് വരും, അല്ലെങ്കിൽ ഓരോ കുട്ടി കഥകളൊക്കെ ആയിട്ട് വരും, പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഒരു വ്ളോഗൊക്കെ ചെയ്യുന്നൊക്കെ പറയണം കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ എന്തായാലും ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ചാനലിലൂടെ സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ഇനി എന്താ പുതിയ വീഡിയോസ് എന്താ വേണ്ടതെന്നൊക്കെ താഴെ കമൻറ്റിൽ പറയുകയാണെങ്കിൽ ഞാൻ അടുത്ത വീഡിയോ അതൊക്കെ ചെയ്യാൻ നോക്കാം കേട്ടോ. ഇനിയിപ്പം അടുത്തത് എന്ത് വീഡിയോ ആയിരിക്കും വരാൻ പോകുന്നത്? എനിക്ക് തോന്നുന്നു സൺഡേ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ എൻഗേജ്മെൻ്റ് ഉണ്ട്. അപ്പം ആ എൻഗേജ്മെൻറ്റ് ഞാനൊരു വ്ളോഗ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ചെറിയൊരു ലോക്കൽ പർച്ചേസിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് വഴിയെ കാണാം കേട്ടോ. ഞാനിനി 2-3 വ്ളോഗ്സ് ആയിട്ട് പെട്ടെന്ന് തന്നെ വരും. അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഞാൻ പുതിയ വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. അതുവരെ ബൈ ബൈ.